നമ്മുടെ ഇൻസ്പെക്ടർ ഇൻ ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞ എക്സാമിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 12 ജൂലൈ ആണ്. ലൈവിലാണ് കൺഫർമേഷൻ. ഇപ്പോൾ ലൈവാണ്. എടുക്കാനുള്ളവർക്ക് എടുത്തുള്ളൂ. എക്സാം ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 5-നായിരിക്കും. പിന്നെ അതിന്റെ റിട്ടേൺ എക്സാം മോഡപ്പോൾ ഇതിന്റെ സെലക്ഷൻ അതിന്റെ റിട്ടേൺ എക്സാം ഉണ്ടാവും. പിന്നെ ഇന്റർവ്യൂ ഉണ്ടാവും. പിന്നെ വെയിറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. പിന്നെ ഇതുവരെ 20ഓളം അഡ്വൈസിൽ പോയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ എക്സാമിന്റെ റിട്ടേൺ എക്സാമിന്റെ കട്ട് ഓഫ് ആണ് ഈ 43 പറയുന്നത്. ടോട്ടൽ മാർക്കല്ല. ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടേൺ എക്സാം പ്ലസ് ഇന്റർവ്യൂ പ്ലസ് വെയിറ്റേജ് മാർക്ക് അങ്ങനെ കൂട്ടുമ്പോഴാണ് കിട്ടുക. കഴിഞ്ഞ വർഷത്തെ മാക്സിമം മാർക്ക് 74.6. അയാൾക്ക് റിട്ടേൺ എക്സാമും ഇന്റർവ്യൂ അതുപോലെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. അത് ചേർന്നിട്ടാണ് ഈ മാർക്ക് കിട്ടിയത്. അത് ഈ കിട്ടിയ മാർക്ക് ഇല്ല, സോറി, ഇത് 74.6 3 കൂട്ടിയിട്ട് കിട്ടിയത്. പിന്നെ ഇതിന്റെ സിലബസ് പറയുന്നത് അഞ്ച് 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 സബ്ജക്റ്റ് ആണ്. ബേസിക് ഇലക്ട്രോണിക്സ്, മെഷർമെന്റ്സ്, ബേസിക് കമ്പ്യൂട്ടർ, ബേസിക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, അങ്ങനെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള എക്സാം ആണ്. ഇതാവുമ്പോൾ മറ്റുള്ള LDC, മറ്റേ LGS അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം മതി എന്ന് പറയുന്ന ആ രീതിയിലുള്ള എക്സാം അല്ല. കാരണം അതാവുമ്പോൾ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നത് ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്. ഇത് ഈ അഞ്ചിലും എക്സ്പെർട്ട് ആവുന്നവർക്കാണ് ഇതിൽ റാങ്ക് ലിസ്റ്റ് തരാൻ സാധിക്കുക. ഓക്കെ, അപ്പം കൺഫർമേഷൻ വെക്കാത്തവരുണ്ട്. പിന്നെ ഇതിന് പുതിയ സിലബസ് വന്നിട്ടുണ്ട്. വെബ്സൈറ്റ് അവൈലബിൾ ആണ്, സെർച്ച് ചെയ്താൽ കിട്ടും. ഇതാണ് പുതിയ സിലബസ്. വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ ഞാനിതിന്റെ സിലബസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഓക്കെ.